തെരഞ്ഞെടുപ്പിന്റെ അംഗം മുറുകിക്കഴിഞ്ഞു കോവളം നിയോജക മണ്ഡലത്തിൽ. പൂവാർ തൊട്ട് അങ്ങ് വിഴിഞ്ഞം ഹാർബറും അതുപോലെ തന്നെ കാർഷിക കോളേജുമൊക്കെ ഉൾപ്പെടുന്ന ഈ മണ്ഡലത്തിൽ സൗമ്യ സാന്നിധ്യമാണ് ഭഗത് റൂഫസ് എന്ന LDF സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥി ഭഗത്തിനെ കുറിച്ച് ആളുകൾക്ക് പറയാൻ 100 നാവാണ്. ഭഗത്ത് സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ ബഹളം വച്ച് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞു നടക്കുന്ന സ്ഥാനാർത്ഥിയല്ല. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് ഡിവിഷനെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അതിനെ പ്രതിനിധീകരിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന സമയത്ത് ഭഗത്തിനെ കുറിച്ച് പറയാൻ 100 നാവാണെന്ന് നാട്ടുകാർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ശരിക്കും 100 നാവാണ്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ 100% ജയിക്കുന്നുള്ള ഒരു ഉറപ്പിലാണ് ഞങ്ങൾ. കാര്യം ഒരു പുതിയൊരു കാൻഡിഡേറ്റാണ്. ജനങ്ങൾ അതിനെ തിരിച്ചറിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളും കൂടെ ഇറങ്ങി പുതിയ സ്ഥാനാർത്ഥി ഞങ്ങൾ ജയിപ്പിക്കാൻ ഇടതുവശത്തിൽ നിന്ന് ജയിപ്പിക്കാനുള്ള ഒരു മുൻകരുതലിലൂടെയാണ് ഞങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഭഗവത് ഞങ്ങൾ ജയിപ്പിച്ചിരിക്കും. അദ്ദേഹം കുട്ടിക്കാലം മുതൽ ഈ മണ്ഡലത്തിൽ ജനിച്ച് വളർന്ന് ഈ മണ്ഡലത്തിൻ്റെ എല്ലാ മുക്കും മൂലയും പരിചിതനായ സ്ഥാനാർത്ഥി. ഒന്നാമത്തെ ഒരു ഗുണമായി നാട്ടുകാർ പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് റൂഫസ് ഡാനിയൽ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഈ ഭാഗങ്ങളിൽ കൊണ്ടുവന്ന വികസനം എല്ലാം ദീർഘവീക്ഷണത്തോടെ പരിസ്ഥിതി സൗഹാർദ്ദപരമായ വികസനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച നേതൃത്വം കൊടുത്ത പിതാവിൻ്റെ മകനാണ് ഭഗത് റൂഫസ്. അതുകൊണ്ട് തന്നെ ഭഗത്തിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് സാധാരണ ഉണ്ടാകാറുള്ള ബിരുദമല്ല. അദ്ദേഹം എംടെക്കുകാരനാണ്. എംടെക്കുകാരനെന്ന് പറയുമ്പോൾ കുറെ കൂടി സാങ്കേതിക കാര്യങ്ങളിലൊക്കെ മികവ് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിയും. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പര്യടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒരാളും പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകില്ല. ഈ കോവളം മണ്ഡലത്തിലെ ഒരു മനുഷ്യനും ചേരിയിൽ താമസിക്കേണ്ടി വരില്ല. കാരണം വികസനം ഒരു സൈഡ് വരുമ്പോൾ ഒരു വശത്ത് വികസനങ്ങൾ കൊട്ടിഘോഷിക്കപ്പെടുമ്പോൾ മറുവശത്ത് സാധാരണക്കാർക്ക് ഒരുപാട് കഷ്ടതകളുണ്ടാകും. അങ്ങനെ സാധാരണക്കാർക്ക് കഷ്ടത ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഭഗത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ മുഖ്യം. എതിർപക്ഷത്ത് UDFൻ്റെ എം വിൻസെൻ്റ് എന്താണ് ഈ മണ്ഡലത്തിൽ ചെയ്തത്? മണ്ഡലത്തിൽ യാതൊന്നും ചെയ്തിട്ടില്ല. 1 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പോലും അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം അയാൾ ജയിപ്പിച്ചു വിട്ടതെന്ന് വെച്ചാൽ അയാൾ ഈ മരണത്തിന് കല്യാണത്തിനല്ല വേറെ ഒരു വികസനം ഞങ്ങൾക്ക് ഇവിടെ ചെയ്തിട്ടുണ്ടോ ഞങ്ങൾക്ക് ഇവിടെ ഉറപ്പില്ല. ഇല്ല, അയാൾ ചെയ്തിട്ടുണ്ട്. എന്തെന്നറിയാം, ഞങ്ങൾക്ക് ഒരു ലൈറ്റ് വെച്ചു ഈ 10 വർഷം ചെയ്ത അത് തുരുമ്പെടുത്ത് പരിപാടികൾ ഈ കോവളം മണ്ഡലത്തിൽ ഒന്നും അയാൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ ഹാർബർ വന്നതിന് ശേഷം സാധാരണക്കാരന് അതിൽ ഉൾപ്പെടുത്താൻ പോലും അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പം ആ കുടുംബത്തിനെ സഹായിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും കോടീശ്വരനായ പുഷ്പം മിൽസിൻ്റെ ടീമാണ്. ഇന്ന് അവർ അതിൽ നിന്നും മാറി നിൽക്കുക സ്വാഭാവികമായിട്ട് കൂടെ തന്നെ. എന്നാലും അവർക്ക് ഫ്രീഡാസായ്മ സീറ്റ് കിട്ടാത്തതുകൊണ്ട് എല്ലാ ഡിവിഷനിൽ ജയിച്ച അയാൾക്ക് ഇവിടെ ഇവർ സീറ്റ് പിടിക്കാൻ പോയപ്പോൾ ഇയാൾ പറഞ്ഞില്ല, ഞാൻ ഇല്ലെങ്കിൽ എൻ്റെ ചേട്ടനെ നടത്തണമെന്ന്. ഇയാൾ ലൈംഗിക ബന്ധത്തിൽ കേസുണ്ട്. എൽദോസിന് അവർ സീറ്റ് കൊടുത്തില്ല. പിന്നെ എന്തിന് വിൻസെൻ്റ് സീറ്റ് കൊടുത്തു? സുഹൃത്തിന് മനസ്സിലാകുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഇനിയൊരു മാറ്റം കോവളം നിയമമണ്ഡലത്തിൽ. അതുകൊണ്ടാണ് പിണറായി വിജയൻ നാടകീയമായി കളിച്ച അയാളെ സ്വന്തം സ്ഥാനാർത്ഥിയാക്കി. RJDയും അവർ 2 ഗ്രൂപ്പുണ്ട്. അതിനെ മാറ്റിയിട്ട് സ്വതന്ത്രമായിട്ട് നടത്തി. അതുകൊണ്ട് അദ്ദേഹം ഡിവിഷനിൽ വെങ്ങാനിൽ ജയിച്ച ആളാണ്, ബ്ലോക്കിലെ ആളാണ്. സ്വാഭാവികമായിട്ടും അയാൾ ഇവിടെ ജയിക്കും. ചെറുപ്പക്കാരനാണ്. ഇടതുമുന്നണി സർക്കാർ നടപ്പിലാക്കിയ വികസനങ്ങൾക്ക് തുരങ്കം വയ്ക്കാൻ മാത്രമേ അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളൂ. ഇതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അല്ലാതെ മരണ വീട്ടിലും കല്യാണ വീട്ടിലും ചിരിച്ചുകൊണ്ട് പ്രസൻസ് അറിയിക്കുകയും വികസന പദ്ധതികൾക്ക് മുമ്പിൽ ഫ്ലക്സ് വെച്ച് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്ന കുറേ അണികളും കുറച്ച് ആളുകളും വിൻസെന്റിന്റെ കൂടെ ഉണ്ട് എന്നതൊഴിച്ചാൽ വിൻസെന്റിന്റെ മണ്ഡലത്തിൽ കാര്യമായ ജനസ്വാധീനം ഉണ്ടാക്കാൻ 10 വർഷം കൊണ്ടും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ പ്രദേശങ്ങളിൽ ഒരു സന്ദർശനം നടത്തുകയും അവിടെ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ജയിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുണ്ടെങ്കിലേ നമ്മളെ ജീവിതമുണ്ട്. അല്ലാതെ മറ്റുള്ളവർ ജയിച്ചാൽ നമ്മളെ ഒന്നും നോക്കില്ല. ആ കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ പെൻഷൻ 2000 ആക്കിയത്. അല്ല കോൺഗ്രസ് അല്ല ആക്കിയത്. ആ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നിട്ട് തന്നെ ഈ പെൻഷന് തുകകൾ കയറിയത്.